വെൽക്കം ടു സൈലം SSC ആൻഡ് റെയിൽവേസ്. എല്ലാവർക്കും നമ്മുടെ CA സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫെബ്രുവരി മാസത്തെ അടുത്ത 2 വീക്കിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനു മുന്നേ നമ്മുടെ SSC CGL ബാച്ചിന്റെ കാര്യമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. CGL നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരാറായി. അതിനു മുന്നേ കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാറായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ പേര് നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 2 റെഗുലർ ബാച്ചുകളുണ്ട്, അതിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതിൽ നിങ്ങൾ ഇനി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനി ജോയിൻ ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത ബാച്ചിലാണ്. SSC CGL റെഗുലർ ബാച്ച് 4999 ആണ് നമ്മുടെ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ മാർച്ച് 10 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്ലാസ് തുടങ്ങുന്ന അന്ന് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുക. 500+ hours ഓഫ് ലൈവ് ക്ലാസ് ആണ്. പ്രിലിംസും മെയിൻസും നമ്മുടെ ഈ ബാച്ചിൽ കവർ ആവുന്നതായിരിക്കും. 4999 ആണ് ബാച്ച് ഫീ. ഫോർ അഡ്മിഷൻ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് ത്രൂ ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ CA പോകാം. സനെ തക്കിയാച്ചി, ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രൈം മിനിസ്റ്ററുടെ പേരാണ് സനെ തക്കിയാച്ചി എന്ന് പറയുന്നത്. മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ജപ്പാൻ പൊളിറ്റിക്സിലേക്കാണ് ആര് വന്നിരിക്കുന്നത്? സനെ തക്കിയാച്ചിനെ ജപ്പാന്റെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ആക്കി സെലക്ട് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ്, സർവീസസ് ഡിഫീറ്റ് കേരള, അതായത് 79ാമത് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായി സന്തോഷ് ട്രോഫി നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് നടന്നത് ദക്കൗഖാന സ്റ്റേഡിയം ഇൻ ആസാം. ഈ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ സർവീസസ് ആണ് കേരളത്തിനെ 1-0 സർവീസസ് കേരളയെ പരാജയപ്പെടുത്തി. സർവീസസ് ആണ് വിന്നർ ആയിരിക്കുന്നത്. 8ാമത്തെ തവണയാണ് സന്തോഷ് ട്രോഫിയിൽ സർവീസസ് വിന്നർ ആവുന്നത്. നെക്സ്റ്റ്, തേജസ്വിൻ ശങ്കർ ക്ലിഞ്ചസ് ഇന്ത്യസ് ലോൺ ഗോൾഡ് ഇൻ ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ തേജസ്വിൻ, അതായത് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ടോട്ടൽ 5 മെഡലാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരേ ഒരു ഗോൾഡ് മെഡൽ മാത്രമേ ഉള്ളൂ. അത് ഹെപ്റ്റത്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മത്സരങ്ങൾ 2 ദിവസങ്ങളിലായി ഒരു സീരീസ് ആയിട്ട് നടത്തുന്ന മത്സരമാണ് ഹെപ്റ്റത്ലോൺ എന്ന് പറയുന്നത്. സോ ഇതിൽ വിജയിച്ചിരിക്കുന്നത് തേജസ്വിൻ ശങ്കറിന് ഇതിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. മെഡൽ ടാലിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് ടോട്ടൽ 34 മെഡലാണ്. അതിൽ 10 ഗോൾഡ്, 11 സിൽവർ, 13 ബ്രോൺസ് ആണ്. സെക്കൻഡ് ഖത്തറാണ്. ഇന്ത്യക്ക് എത്രാമത്തെ പൊസിഷനാ? 6th പൊസിഷനാണ്. നമുക്ക് ടോട്ടൽ 5 ഗോൾഡ്, അതിൽ 1 ഗോൾഡ്, 2 സിൽവർ ആൻഡ് 2 ബ്രോൺസ് മെഡലുകളാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, തേജസ്വിൻ ശങ്കർ വിൻസ് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ്. Next, no confidence motion against Om Birla. What happens now? What is the procedure for removal of Lok Sabha Speaker? But no confidence motion against Om Birla എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം നമ്മൾ കേട്ടിട്ടുള്ളൊരു ന്യൂസ് ആണ് അല്ലേ. സോ എന്താണ് ഈ നോ കോൺഫിഡൻസ് മോഷൻ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്? എന്തിനാണ് സ്പീക്കർക്കെതിരെ ഇത് നോ കോൺഫിഡൻസ് മോഷൻ ലീഡർ ഓഫ് ഒപ്പോസിഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? അതായത് ലീഡർ ഓഫ് ഒപ്പോസിഷന്റെ സംസാരിക്കാനുള്ള അവകാശം, അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ടൈം കുറച്ചത് മൂലം ഒരു കാരണമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടീഷൻ കണ്ടക്ട് ഇതൊരു കാരണമാണ്. അപ്പൊ ഈ 2 കാരണത്താലാണ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ടു സ്പീക്ക് ആസ് എ പ്രൈമറി റീസൺ. അപ്പോൾ പാർട്ടീഷൻ കണ്ടക്ട് ആൻഡ് denial of permission to the leader of opposition to speak as a primary reason. ഇത് രണ്ടുമാണ് പ്രൈമറി റീസൺ ആയിട്ട് പറയുന്നത്. പാർട്ടീഷൻ കണ്ടക്ട് ആൻഡ് ഡിനയൽ ഓഫ് സ്പീച്ച് ടൈം ഓഫ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ഇത് രണ്ടുമാണ് പ്രൈമറി റീസൺ ആയിട്ട് പറയുന്നത്. സോ നമുക്ക് ലോക്സഭാ സ്പീക്കറിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ് യെസ്, നമുക്ക് ലോക്സഭാ സ്പീക്കറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ലോക്സഭാ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു പ്രൊസീജിയർ എന്താണ്, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം എക്സാമിന് ഇതൊക്കെയും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ആരാണ് ഈ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത്? ലോക്സഭയുടെ അധ്യക്ഷനെയാണ് നമ്മൾ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പീക്കർ എന്ന് പറയുന്നത് ലോക്സഭയുടെ അധ്യക്ഷനാണ്. അതുകൂടാതെ തന്നെ അവരൊരു ലോക്സഭാ MP കൂടെയാണ് അല്ലേ. സോ
ലോക്സഭാ സ്പീക്കറിനെ നമുക്ക് പുറത്താക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് യെസ്, നമുക്ക് പുറത്താക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളിലാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്? അതായത് പാർട്ട് 5 ആർട്ടിക്കിൾ 94 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ലോക്സഭാ സ്പീക്കറിന്റെ റിമൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇപ്പൊ ലോക്സഭാ സ്പീക്കർ രാജിവെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം രാജിക്കത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ലോക്സഭാ സ്പീക്കർ കൊടുക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കും. ഡെപ്യൂട്ടി സ്പീക്കർ ആണ് റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ കൊടുക്കേണ്ടത് സ്പീക്കർക്കുമാണ്. പക്ഷെ 2019 മുതൽ നമുക്ക് എന്തില്ല? ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് നോക്കാം ആർട്ടിക്കിൾ 94A. ഇനി നമുക്ക് 94 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം റിമൂവലിനെ പറ്റി. അണ്ടർ ആർട്ടിക്കിൾ 94A, അതായത് ഓട്ടോമാറ്റിക്കലി സീസ് ടു ഹോൾഡ് ഓഫീസ് ഇഫ് ദേ സ്റ്റോപ്പ് ബീയിങ് മെമ്പർ ഓഫ് ലോക്സഭ. സോ ആർട്ടിക്കിൾ 94A പറയുന്നത് ദേ ഓട്ടോമാറ്റിക്കലി സീസ് ടു ഹോൾഡ് ഓഫീസ് if they stop being member of Lok Sabha. So next, നമുക്ക് നോക്കാം എവിടെ പോയി? ആർട്ടിക്കിൾ 94 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞു. 94A എന്താ പറഞ്ഞിരിക്കുന്നത്? they automatically cease to hold office if they stop being member of Lok Sabha. So നമുക്ക് ലോക്സഭയിൽ MP ആണെങ്കിൽ മാത്രമേ എന്താവാനായിട്ട് സാധിക്കുള്ളൂ? സ്പീക്കർ ആവാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത എന്താണ്? ആർട്ടിക്കിൾ 94A മാത്രമേ ഇവിടെ കൊടുത്തിട്ടില്ല, കുഴപ്പമില്ല. 94B എന്താണ് പറഞ്ഞിരിക്കുന്നത്? 94Bയിൽ പറയുന്നത് ഇപ്പോ ലോക്സഭ അതായത് ലോക്സഭാ സ്പീക്കർക്ക് അവർക്ക് റിസൈൻ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് 94Bയിൽ പറഞ്ഞിരിക്കുന്നത് അവർ തന്നെ റിസൈൻ ചെയ്യുവാണെങ്കിൽ അവർ ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്? ഇപ്പോ ഓം ബിർളയാണ് റിസൈൻ ചെയ്യുന്നതെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് കൊടുക്കേണ്ടത്. ഡെപ്യൂട്ടി സ്പീക്കറാണ് റിസൈൻ ചെയ്യുന്നതെങ്കിൽ സ്പീക്കർക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അടുത്തത് 94C പറയുന്നത് എന്താണ്? അവരെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതായത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഹൗസിലെ ഓൾ ദ ദെൻ മെമ്പേഴ്സിന്റെ മെജോറിറ്റി ആവശ്യമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ സ്പീക്കർ ഓർ ഡെപ്യൂട്ടി സ്പീക്കർ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ റെസൊല്യൂഷൻ ഓഫ് ലോക്സഭ പാസ് ബൈ മെജോറിറ്റി ഓഫ് ഓൾ ദ ദെൻ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ്. ഇതാണ് 94C പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഓൾ ദ ദെൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ ലോക്സഭയിൽ ടോട്ടൽ എത്ര സീറ്റ് ഉണ്ട്? ലോക്സഭയിൽ ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 543 ആണ്. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 ആണ് ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്. ഇതില് ഒരു 5 പൊസിഷൻ 5 സീറ്റ് വേക്കന്റ് ആണെന്ന് വിചാരിക്കാം. ഈ ലോക്സഭയിലെ ടോട്ടൽ സീറ്റിൽ നിന്നും വേക്കൻസി മൈനസ് ചെയ്ത് കിട്ടുന്ന നമ്പർ ആണ് ഓൾ ദ ദെൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൾ ദ ദെൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. സോ ദ സ്പീക്കർ ഓർ ഡെപ്യൂട്ടി സ്പീക്കർ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് എന്ന് പറയുന്നത് 94Cയിലാണ്. സോ ഇതിനു വേണ്ടി നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ഇപ്പോൾ നാളെ പറയാൻ പറ്റുമോ ലോക്സഭാ സ്പീക്കറിനെ ഇപ്പൊ റിമൂവ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 14 ദിവസത്തെ 14 ഡേ നോട്ടീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ എ റെസൊല്യൂഷൻ ഫോർ റിമൂവൽ ക്യാൻ ബി മൂവ്ഡ് ആഫ്റ്റർ ഗിവിംഗ് അറ്റ്ലീസ്റ്റ് 14 ഡേ നോട്ടീസ്. 14 ദിവസത്തെ നോട്ടീസ് നമ്മൾ കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? ലോക്സഭാ സെക്രട്ടറി ജനറലിനാണ് നോട്ടീസ് കൊടുക്കേണ്ടത്. ഈ നോട്ടീസിൽ എന്ത് വേണം? 50 പേരുടെ അറ്റ്ലീസ്റ്റ് ഈ 543 പേരിൽ 50 പേരുടെയെങ്കിലും സൈൻ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ 50 പേരുടെ സൈൻ ഉള്ള നോട്ടീസ് നമ്മൾ 14 ദിവസത്തിന് മുന്നേ കൊടുത്തിട്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു മോഷൻ ചർച്ചയ്ക്കിടും. കാരണം 50 പേരുടെ സൈൻ ഉണ്ട്. സോ ഈ ഒരു മോഷൻ എന്ത് ചെയ്യും? ചർച്ചയ്ക്ക് ഇടുന്നതാണ്. സോ മിനിമം 50 പേര് സൈൻ ചെയ്ത മോഷൻ നമ്മൾ ചർച്ച വെക്കുന്നു. ചർച്ചയ്ക്ക് ശേഷം എഫക്റ്റീവ് മെജോറിറ്റി, ആ ഒരു ചർച്ചയിൽ എഫക്റ്റീവ് മെജോറിറ്റി കിട്ടുകയാണെങ്കിൽ passing the resolution. For the removal to be successful, the resolution must be passed by the all the then majority of all the then
passed by a majority of all the then members of the house. This is technically known as the effective majority. അപ്പോൾ ചർച്ച വെക്കുന്നു, ചർച്ചയിൽ എഫക്റ്റീവ് മെജോറിറ്റി ലഭിക്കുകയാണെങ്കിൽ സ്പീക്കറെ ഓഫീസിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് ലോക്സഭാ MP കൂടെയാണ് അല്ലേ. സോ അദ്ദേഹത്തിന്റെ സ്പീക്കർ സ്ഥാനം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ, അദ്ദേഹം അപ്പോഴും സ്റ്റിൽ ലോക്സഭാ MP ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സോ ഇഫ് ദ റെസൊല്യൂഷൻ ഇസ് പാസ്ഡ് ബൈ എഫക്റ്റീവ് മെജോറിറ്റി, സ്പീക്കർ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്നും എഫക്റ്റീവ്ലി പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടുന്നതാണ്. സോ പക്ഷെ അദ്ദേഹം സ്റ്റിൽ എന്താണ്, ലോക്സഭാ MP ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. സോ ഇത്രയും കാര്യമാണ് ലോക്സഭാ സ്പീക്കർ റിമൂവലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, ഡൽഹി പാർട്ട്നേഴ്സ് വിത്ത് ഭാരത് ടാക്സി ബിക്കം ഫസ്റ്റ് സ്റ്റേറ്റ് ടു അഡോപ്റ്റ് കോപ്പറേറ്റീവ് മൊബിലിറ്റി. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഊബർ പ്ലാറ്റ്ഫോമുകൾക്കുള്ള ഒരു എന്താ പറയുക, ഊബർ പ്ലാറ്റ്ഫോമുകൾ പോലെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഭാരത് ടാക്സി എന്ന് പറയുന്നത്. ഇതൊരു കോപ്പറേറ്റീവ് റേറ്റ് ഹൈലിംഗ് മെക്കാനിസം ആണ് അല്ലേ. അതായത് ഡ്രൈവർ ഓൺഡ് ആയിട്ടുള്ള, അതായത് ഭാരത് ടാക്സിയിലെ ഡ്രൈവേഴ്സിനും എന്താണ്, അവരും ഓണേഴ്സ് ആണ്, അവർക്കും ഷെയർസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡ്രൈവർ ഓൺഡ് ആയിട്ടുള്ള അതായത് കസ്റ്റമേഴ്സിനാണെങ്കിലും ഡ്രൈവേഴ്സിനാണെങ്കിലും മോർ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഭാരത് ടാക്സി എന്ന് പറയുന്നത്. സോ അതിൽ ഡൽഹി എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട്. ഡൽഹി partners Bharat Taxi for cooperative mobility service. In a first for the country, Delhi government signed MOU with Bharat Taxi for cooperative cab service. So Delhi became the first state or union territory to partner with Bharat Taxi mobility platform. Next, നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് റിലീസ് ആയിട്ടുണ്ട്. ഇന്ത്യ ഹാസ് ഇംപ്രൂവ്ഡ് ഇറ്റ്സ് പൊസിഷൻ ബൈ 4 places ടു റാങ്ക് 45 ഇൻ ദി നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ്. 2024 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് 49 ആയിരുന്നു. ഇപ്പൊ 4 പൊസിഷൻസ് മുന്നോട്ട് വന്ന് 45ാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പോർട്ടുലാൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. മെയിൻലി ടെക്നോളജി, പീപ്പിൾ, അങ്ങനെയുള്ള കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 53ഓളം ഇൻഡിക്കേറ്റേഴ്സിന്റെ ബേസിസിലാണ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 45 ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, ഓപ്പറേഷൻ സുരക്ഷ. ബംഗളൂരു സിറ്റിയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സുരക്ഷ എന്ന് പറയുന്നത്. രാത്രി സമയത്തുള്ള ആന്റി സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റി തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ സുരക്ഷ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പബ്ലിക്കിൽ നടക്കുന്നത് ആൻഡ് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ, മോശപ്പെട്ട ബിഹേവിയേഴ്സ്, ഇത് നാർക്കോട്ടിക് ആക്ടിവിറ്റി, ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ സുരക്ഷ. Next, Mumbai Coastal Road get country's first Melody Road. In a first of its kind initiative ആണ് ഈ ഒരു മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, അതായത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഈ ഒരു സിംഗിങ് മെലഡി റോഡ് എന്ന് പറയുന്നത്. ലൈക്ക് ഇതില് മുംബൈ കോസ്റ്റൽ റോഡിലാണ് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ 60 km/h സ്പീഡിൽ പോകുന്ന സമയത്ത് റോഡിൽ നിന്നും ജയ്ഹോ സോങ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. 500 മീറ്റർ സ്ട്രെച്ചിലാണ് ഇത് ഉള്ളത്. ഓൾറെഡി ഹംഗറി, ജപ്പാൻ, സൗത്ത് കൊറിയ, UAE ഈ ഒരു കൺസെപ്റ്റ് ഉള്ളതാണ്. ആദ്യം ജപ്പാനിൽ 2007 ഈ ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റിലീസ് ആയിട്ടുണ്ട്. ഇന്ത്യ ഇപ്രാവശ്യം കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ കുറച്ച് മെച്ചപ്പെട്ട പൊസിഷൻ, അതായത് കുറച്ച് കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കറപ്ഷൻ ഇസ് ഗ്ലോബലി വേഴ്സണിങ്. ഗ്ലോബലി നോക്കുന്ന സമയത്ത് കറപ്ഷൻ വളരെ വേഴ്സൺ സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത്
80 സ്കോർ ചെയ്യുന്ന കൺട്രീസ് എന്ന് പറയുന്നത് 12 വർഷങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം എന്താണ് ഡിക്രീസ് ചെയ്ത് വരികയാണ് സ്കോർ 80 നേടുക എന്ന് പറയുന്നത്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആണ് എന്ത് ചെയ്യുന്നത്, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. 182 കൺട്രീസിനെയാണ് ഇത് റാങ്ക് ചെയ്യുന്നത്. അപ്പൊ 100 സ്കോർ എന്ന് പറയുമ്പോൾ എന്താ, ലൈക്ക് വെരി ക്ലീൻ, ഒരു കറപ്ഷനും ഇല്ല എന്നർത്ഥം. 0 സ്കോർ എന്ന് പറയുമ്പോൾ എന്താ, ഭയങ്കരമായിട്ടുള്ള കറപ്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഇതിൽ ഫസ്റ്റ് പൊസിഷൻ ആരാണ്, ഡെൻമാർക്ക് ആണ് വരുന്നത്. ഡെൻമാർക്കിന് 89 സ്കോർ ഉണ്ട്. പിന്നീട് സൗത്ത് സുഡാൻ ആൻഡ് സൊമാലിയാണ്, പിന്നീട് ഫിൻലൻഡ് ആൻഡ് സിംഗപ്പൂർ ആണ് വരുന്നത്. ഫിൻലൻഡിന് 88ഉം സിംഗപ്പൂരിന് 84ഉം ഉണ്ട്. സൗത്ത് സുഡാൻ ആൻഡ് സൊമാലിയാണ് ഏറ്റവും ബോട്ടം പൊസിഷനിൽ വരുന്നത്. സൗത്ത് സുഡാനും സൊമാലിയക്കും ഇപ്രാവശ്യം രണ്ടിനും 9 ആണ് സ്കോർ വരുന്നത്. വെനസ്വേലയുടെ റാങ്ക് 180 ആണ്. സോ ഇപ്രാവശ്യം കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് 91 ആണ്, 91. കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി നമ്മൾ 96 പൊസിഷനിലായിരുന്നു. 96 ആണ്. ഇപ്രാവശ്യം 91 ആണ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി കുറച്ച് പൊസിഷൻ നമുക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അല്ലെ. പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ആക്ച്വലി 39 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ ആർമിയുടെ രുദ്ര ബ്രിഗേഡ് പൊക്രാനിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ എക്സസൈസ് രുദ്രശക്തി. സോ എക്സസൈസ് രുദ്രശക്തി എവിടെയാണ് നടന്നത് എന്നുള്ള കാര്യം നോക്കുക. സോ ഇൻ എ ഡിസ്പ്ലേ ഓഫ് മോഡേൺ കോമ്പാക്ട് കേപ്പബിലിറ്റി, ഇന്ത്യൻ ആർമിയുടെ രുദ്ര ബ്രിഗേഡ് അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ് ആൻഡ് അതർ അസറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എക്സസൈസ് രുദ്രശക്തി എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ പൊക്രാനിലാണ് നടന്നത്. ഇന്ത്യൻ ആർമിയുടെ എക്സസൈസ് ആണ്, പൊക്രാനിലാണ് നടന്നത്. നെക്സ്റ്റ്, ഡൽഹി ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ സ്കീമാണ് ലഖ്പതി ബിട്ടിയ യോജന എന്ന് പറയുന്നത് ഫോർ ഗേൾ ചൈൽഡ്. ഇത് ആക്ച്വലി ലാഡ്ലി സ്കീം 2008 വന്നിട്ടുള്ള ലാഡ്ലി സ്കീമിന്റെ അപ്ഗ്രഡേഷൻ ആൻഡ് റീസ്ട്രക്ചറിങ് നടത്തിയിട്ടാണ് ഡൽഹി ലഖ്പതി ബിട്ടിയ യോജന കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഏകദേശം 56,000 രൂപ, അതായത് ഓരോ ഫേസ്ഡ് ഇൻസ്റ്റാൾമെന്റുകളായിട്ട് കുട്ടികളുടെ അക്കൗണ്ടിലേക്ക്, അതായത് ഏജ് റിലേറ്റഡ് മൈൽ സ്റ്റോണുകൾ പോലെ എഡ്യൂക്കേഷൻ ആൻഡ് ഏജ് റിലേറ്റഡ് മൈൽ സ്റ്റോണുകൾ ബിഗിനിങ് ഫ്രം ബർത്ത് ടു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഹയർ ലെവൽ ഡിഗ്രീസ്, ഡിപ്ലോമ, ഇത് എല്ലാ മൈൽ സ്റ്റോണുകളിലും പൈസ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ടോട്ടൽ 56,000 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം, അതായത് നമ്മുടെ ലാഡ്ലി സ്കീമിൽ 36,000 രൂപയായിരുന്നു കിട്ടുക. പക്ഷെ ഇപ്പൊ പുതുക്കിയ സ്കീമിൽ എത്രയാണ്, 56,000 രൂപയാണ് ലഖ്പതി ബിഡിയ യോജനയിൽ കൊടുക്കുന്നത്. സോ ഒരു ഫാമിലിയിലെ 2 ഗേൾസിനാണ് ഇത് ലഭിക്കുന്നത്. സോ ലാഡ്ലി സ്കീമിൽ 11,000 and 10,000, അതായത് ഹോസ്പിറ്റലിൽ ബോൺ ചെയ്യുന്ന ആൾക്കാർക്ക്, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് 11,000 രൂപയും വീടുകളിൽ ജനിക്കുന്നവർക്ക് 10,000 രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 1ാം ക്ലാസ്, 6ാം ക്ലാസ്, 9ാം ക്ലാസ്, +1 and +2 ക്ലിയർ ചെയ്യുന്ന, 10ാം ക്ലാസ് ആൻഡ് +2 ക്ലിയർ ചെയ്യുന്ന സമയത്ത് 5,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. ഇതായിരുന്നു ലാഡ്ലി സ്കീം എന്ന് പറയുന്നത്. ഇപ്പൊ ലഖ്പതി ബിട്ടിയ യോജനയിൽ 56,000 ആണ്. ലാഡ്ലിയിൽ 36,000 ആയിരുന്നു, ഇപ്പൊ 56,000 ആക്കി എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, 1,389 crore ലോണ് to 1.39 lakh via PM സൂരജ് പോർട്ടൽ. PM സൂരജ് പോർട്ടൽ എന്ന് പറയുന്നത് 1.39 lakh ഓണ്ടർപ്രണേഴ്സിന് PM സൂരജ് പോർട്ടൽ വഴി 1,389.61 കോടി രൂപയാണ് ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. PM സൂരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സാമാജിക് ഉദാൻ ഏവം റോസ്ഗാർ ആധാരിത് ജൻകല്യാൺ ആണ് PM സൂരജ് പോർട്ടൽ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഓണ്ടർപ്രണേഴ്സിന് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അവർക്ക് ഓണ്ടർപ്രണേഴ്സ് ആവാൻ വേണ്ടി ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ടലാണ് ഇത്. അപ്പോൾ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഈ ഒരു പോർട്ടൽ വഴി ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം 15 ലക്ഷം രൂപ വരെയാണ് ലോ ഇൻട്രസ്റ്റ് ലോണുകൾ ഈ ഒരു പോർട്ടൽ വഴി ലഭിക്കുന്നത്. നെക്സ്റ്റ്, ഒഡീഷയിലെ ഡോൾഫിൻ പോപ്പുലേഷൻ
765 ആയിട്ടുണ്ട്. 5 വർഷത്തെ ഹയസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. സോ ദ ഡോൾഫിൻ സെൻസസ് എന്ന് പറയുന്നത് ആനുവൽ സയന്റിഫിക് പോപ്പുലേഷൻ എസ്റ്റിമേഷൻ ആണ് ടു ആസസ് അബണ്ടൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഡോൾഫിൻസ് ആൻഡ് അതർ ഓഷ്യാറ്റിക് ആനിമൽസ്. സോ ഇത് കണ്ടക്ട് ചെയ്യുന്നത് വൈൽഡ് ലൈഫ് വിങ് ഓഫ് ഫോറസ്റ്റ് എൻവിറോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഗവൺമെന്റ് ഓഫ് ഒഡീഷ. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഒഡീഷയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഒഡീഷയിലെ ഡോൾഫിൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള ഓഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡോൾഫിൻസിൻ്റെയും ബാക്കിയുള്ള 2026 ബാക്കിയുള്ള അതായത് കാറ്റഗറി വൈസുള്ള ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി വിട്ടാൽ മതി. നെക്സ്റ്റ്, ഡൽഹി ഗവൺമെന്റ് അൺവെയിൽ സ്കീം ടു എംപവർ ആർട്ടിഷൻ വിത്ത് ഗ്ലോബൽ മാർക്കറ്റ് ആക്സസ്. Delhi government has approved Chief Minister's Skill Development Scheme to support artisans linked with khadi, handloom and cottage industry. Khadi, handloom, cottage industryയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിഷൻസിനെ സപ്പോർട്ട് ചെയ്യാനായി ഡൽഹി ഗവൺമെന്റ് പുതിയ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആർട്ടിഷ്യൻസിന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ട്രെയിനിങ്, ഡിജിറ്റൽ ആക്സസ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈ ഒരു സ്കീം വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ 12 ദിവസത്തെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2-day ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. 35 മുതൽ 45 വരെ ആൾക്കാരുള്ള കുഞ്ഞു ബാച്ചസ് ആയിട്ടാണ് ഈ ക്ലാസ്സുകൾ, പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 4800 രൂപയാണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്ട്രാ 100 രൂപി പെർ മീൽ, 100 രൂപി പെർ ഡേ ഫോർ മീൽ. 4800 രൂപ സ്റ്റൈപ്പൻഡ് ഉണ്ട്. പിന്നെ ഒരു ദിവസത്തേക്ക് ഫുഡിനായിട്ട് 100 രൂപ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 18 വയസ്സാണ് അറ്റ്ലീസ്റ്റ് ഏജ് ആവേണ്ടത്. സോ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറാണ് ഇതിന് എലിജിബിൾ ആവത്തുള്ളൂ. Next, 2 Bengal academicians win A.K. Ramanujan Prize for translating Dalit woman poets' works. So, Sipra Mukherjee and Mrinmoyi Pramnik from West Bengal have won coveted A.K. Ramanujan Prize. So, Dalit poet Kalyani Thakur Charalinde Dalit പോയിറ്റ് കല്യാണി താക്കൂർ ചരൽ ഇവരുടെ വർക്കുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിനാണ് ഇവർക്ക് 2 പേർക്കും എന്ത് ലഭിച്ചത്? A.K. രാമാനുജൻ പ്രൈസ് ലഭിച്ചത്. സോ ഈ ഒരു ഹോണർ ലഭിക്കുന്ന ആദ്യത്തെ ബംഗാളീസ് ആണ് ഇവർ 2 പേരും എന്ന് പറയുന്നത്. അപ്പം ഈ ബുക്കിന്റെ പേര് ഐ ബിലോങ് ടു നോവെയർ എന്നുള്ളതാണ്. ഐ ബിലോങ് ടു നോവെയർ. നെക്സ്റ്റ്, Bharat Vistar AI tool for agriculture announced. Finance Minister launched Bharat Vistar. So ഇതൊരു മൾട്ടിലിംഗ്വൽ AI ടൂൾ ആണ്. അഗ്രി സ്റ്റാക്ക് പോർട്ടലിനെയും ആൻഡ് ഐക്കർ പാക്കേജുകളെയും ഡിഫറെന്റ് അഗ്രികൾച്ചർ പ്രാക്ടീസസിനെയും AI സിസ്റ്റമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് ഭാരത് വിസ്താർ എന്ന് പറയുന്നത്. ഈ അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താ? അതായത് ഫാമിംഗ് സെക്ടറിലുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ അഗ്രി സ്റ്റാക്ക് പോർട്ടലിനെയും ഐക്കറിന്റെ പാക്കേജുകളെയുമാണ് എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് അഗ്രികൾച്ചർ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ടുള്ള പാക്കേജുകളെയുമാണ് AI സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കമ്പൈൻ ചെയ്യുന്നത്. ഇതിനെയാണ് ഭാരത് വിസ്താർ എന്ന് പറയുന്നത്. സോ അഗ്രികൾച്ചർ സെക്ടറിലുള്ള ഡിഫറെന്റ് ഡാറ്റാബേസസ്, ജിയോ റെഫറൻസ്ഡ് ആയിട്ടുള്ള വില്ലേജ് മാപ്പുകൾ, ഇതെല്ലാം തന്നെ അഗ്രി സ്റ്റാക്കിൽ അവൈലബിൾ ആണ്. ലേ ഡോസ് മോച്ചി ആൻഡ് ലിക്കർ സ്ട്രോ മോച്ചി ഫെസ്റ്റിവൽസ് ബിഗിൻസ് ഇൻ ലഡാക്ക്. ഈ 2 ഫെസ്റ്റിവലും എവിടെയുമായി റിലേറ്റഡ് ആണ്? ലഡാക്കുമായിട്ട് റിലേറ്റഡ് ആണ്. നെക്സ്റ്റ്, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 75 ആണ്. ഇപ്പൊ നമുക്ക് 56 ഡെസ്റ്റിനേഷനുകളിൽ എന്ത് ചെയ്യാം? വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുന്നതാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യയുടെ പൊസിഷൻ ഇപ്പൊ 75 ആണെന്നുള്ള കാര്യം ആലോചിക്കുക. നമുക്ക് ടോട്ടൽ 56 പൊസിഷനിലേക്ക് 56 സ്ഥലങ്ങളിലേക്ക് വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാവുന്നതാണ്. സോ മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? സിംഗപ്പൂരിന്റെ പാസ്പോർട്ടാണ്. പിന്നീട് ഇപ്പോൾ സിംഗപ്പൂർ പാസ്പോർട്ടുള്ള ആൾക്കാർക്ക് 192 ഡെസ്റ്റിനേഷനിലേക്ക് വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. പിന്നീട് ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ. ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ ആക്ച്വലി ടൈ ആണ്.
187 ഡെസ്റ്റിനേഷനിലേക്ക് ഇവർക്ക് വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പാസ്പോർട്ട് ഏതാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ എയർഫോഴ്സ്, റോയൽ തായ് എയർഫോഴ്സ്, Indian Air Force conduct joint military exercise with Royal Thai Air Force in Indian Ocean region. So, Indian Air Force and Royal Thai Air Force jointly Indian Ocean region exercise conduct ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. Next, India dominates Asian Rifle or Pistol Championship 2026. So, ഇതുമായി ബന്ധപ്പെട്ട മെഡലുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് 3rd പൊസിഷൻ ഉണ്ട് എന്നുള്ള കാര്യം നോക്കുക. എല്ലാ മെഡലുകളും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇന്ത്യാസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ ട്വിൻ ട്യൂബ് റോഡ് കം റെയിൽ ടണൽ എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? ആസാമിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അണ്ടർ ബ്രഹ്മപുത്ര റിവർ ആണ് ഓപ്പൺ ചെയ്തെന്നല്ല, പാസ്സായി കേട്ടോ, അപ്രൂവ് ആയിന്ന്. ഞാൻ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞു പോയെന്ന് തോന്നുന്നു. The Cabinet Committee on Economic Affairs has approved India's first underwater road cum rail tunnel. Road cum rail tunnel underwater, under Brahmaputra River in Assam. So, ഇത് twin tube underwater tunnel ആണ്. 2 parallel tube, അതിൽ traffic segregation and safety redundancy and easier emergency evacuation ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. ബ്രഹ്മപുത്ര റിവറിന്റെ അണ്ടറിലാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ്, PM Daksha scheme. Recent data released in the Lok Sabha revealed that less than half of the students trained under PM Daksha scheme between 2021 and 2024 placed. So, Daksha scheme എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. അതായത് to provide skills through good quality institutions so that candidate from its target group can find employment. So, employment provide ചെയ്യാനുള്ള സ്കിൽസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫ്രീ ഓഫ് കോസ്റ്റ് ട്രെയിനിങ് 10,000 to 50,000 എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ലൈക്ക് സ്റ്റൈപ്പൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേജ് കോമ്പൻസേഷൻ അപ് ടു 3,000 പെർ ട്രെയിനി, സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് PM ദക്ഷ സ്കീം എന്ന് പറയുന്നത്. സോ ഇവിടെ അപ്സ്കില്ലിംഗ്, റീസ്കില്ലിംഗ്, ഷോർട്ട് ടേം ട്രെയിനിങ്, ലോങ് ടേം ട്രെയിനിങ്, അങ്ങനെ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഇതിൽ, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അങ്ങനെ പലതരത്തിലുള്ള സ്കീമുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ SSC ആൻഡ് അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, എക്കണോമിക്കലി വീക്കർ സെഷൻ, DNTS ഡീനോട്ടിഫൈഡ് കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീനെയാണ് ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇവർക്ക് ഒരു ഇവരുടെ ഇടയിലുള്ള സ്കിൽ സെറ്റ് വർദ്ധിപ്പിക്കുകയും ഇവരെ നല്ല ജോലിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. Next, exercise Milan. Indian Navy inaugurates Milan Village as a part of Exercise Milan 2026 in Visakhapatnam. So, Exercise Milan 2026ന്റെ ഭാഗമായി Milan Village സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. So, Exercise Milan എവിടെയാണ്? Exercise Milan. Indian Navy inaugurates Milan Village as a part of Exercise Milan 2026. എവിടെയാണ് നടന്നത്? വിശാഖപട്ടണത്താണ് മിലൻ എക്സസൈസ് നടന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. സോ എക്സസൈസ് മിലൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇതൊരു ബൈനിയൽ മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് ആണ്. മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് ആണ്. ഓൺലി 4 കൺട്രീസ് ലൈക്ക് ആദ്യം 1995 എക്സസൈസ് മിലൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 4 കൺട്രീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മൾട്ടിലാറ്ററൽ ആണ്. ഇനിയും കൺട്രീസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിംഗപ്പൂർ, ശ്രീലങ്ക, തായ്ലൻഡ് ആയിട്ട് ഇന്ത്യ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എക്സ്ട്രാ കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ പ്രോട്ടീൻ റിച്ച് ഡിസൈനർ റൈസ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് CSIR NIIST. So, CSIR National Institute of Interdisciplinary Science and Technology തിരുവനന്തപുരം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സും ഹൈ പ്രോട്ടീനുമുള്ള റൈസ് ഫോർട്ടിഫൈഡ് വിത്ത് എസെൻഷ്യൽ മൈക്രോന്യൂട്രിയൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിനെയാണ് ഡിസൈനർ റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൈസ് വെറൈറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ
ഡെപ്യൂട്ടി CM ആയിട്ടുള്ള സുനേത്ര പവാർ, മഹാരാഷ്ട്രയുടെ ആദ്യത്തെ വുമൺ ഡെപ്യൂട്ടി CM ആണ് സുനേത്ര പവാർ. നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ആയിട്ടാണ് സുനേത്ര പവാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2025 സെലക്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? സ്മൃതി മന്ദാന. നെക്സ്റ്റ് BBC എമർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ ദിവ്യ ദേശ്മുഖ്. പ്രീതി പാൽ BBC പാരാ സ്പോർട്ട് വുമൺ ഓഫ് ദ ഇയർ പ്രീതി പാൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. BBC ലൈഫ് ടൈം അച്ചീവ്മെന്റ് അഞ്ജലി ഭാഗവത് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ ഫ്രാൻസ് സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രൺ ഇന്ത്യയെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു AI ഇമ്പാക്ട് സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട്. സോ സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഇവര് എന്ത് ചെയ്തിട്ടുണ്ട്? ബൈലാറ്ററൽ ടൈസ് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രൺ പ്രൈം മിനിസ്റ്റർ മോദിനെ G7 സമ്മിറ്റ്, ഫ്രാൻസിൽ നടക്കുന്ന G7 സമ്മിറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റ് കൺട്രി ഫ്രാൻസ് ആണ്. ഇവൈൻ ഫ്രാൻസ്. ഇനി AI ഇമ്പാക്ട് സമ്മിറ്റിൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള 2 ഇനീഷ്യേഷൻ ആണ് സഹി ആൻഡ് ബോധ് എന്ന് പറയുന്നത്. സഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഹെൽത്ത് കെയർ ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. സോ ഇറ്റ്സ് എ നാഷണൽ ഗൈഡൻസ് ഫ്രെയിംവർക്ക് ടു എനേബിൾ സേഫ്, എത്തിക്കൽ, എവിഡൻസ് ബേസ്ഡ്, ഇൻക്ലൂസീവ് അഡോപ്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വളരെ സേഫ് ആൻഡ് എത്തിക്കൽ ആയിട്ട് ഹെൽത്ത് കെയറിലേക്ക് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. നെക്സ്റ്റ് ബോധ്, ദാറ്റ് ഇസ് ബെഞ്ച്മാർക്കിംഗ് ഓപ്പൺ ഡാറ്റ പ്ലാറ്റ്ഫോം ഫോർ ഹെൽത്ത് AI. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ലൈക്ക് ഇതും റിയൽ വേൾഡ് ഹെൽത്ത് ഡാറ്റ വിത്തൗട്ട് ഷെയറിംഗ് അണ്ടർലൈയിങ് ഡാറ്റാബേസ്. സോ ബോധ് ആണെങ്കിലും സഹി ആണെങ്കിലും എന്താണ്? ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സോ ഇറ്റ്സ് എ പ്രൈവസി preserving benchmarking platform that enable rigorous evaluation of AI models using real world health data. Different AI models ഉപയോഗിച്ചുകൊണ്ട് റിയൽ വേൾഡ് ഹെൽത്ത് ഡാറ്റ ലീക്കേജ് ഇല്ലാതെ ചെക്ക് ചെയ്യുന്നതും ആൻഡ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതുമാണ് ബോധ് എന്ന് പറയുന്നത്. Mumbai to host the Earthshoot Prize 2026. So, worldly leading environmental award ആയിട്ടുള്ള ബ്രിട്ടൻ award found by Britain's Prince William Kensington Palace in London. So, 2026 prize, the 2026 prize will shine a global spotlight on 15 groundbreaking environmental solutions across 5 categories. So, protect, restore nature, clean our air and revive our ocean, build waste-free world and fix our climate എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. Next, at Delhi AI Impact Summit 2026, PM unveils Manav Vision for Artificial Intelligence. അതിൽ മാനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്? M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ ആൻഡ് എത്തിക്കൽ സിസ്റ്റം. A stands for accountable governance. N stands for national sovereignty. And A stands for accessible and inclusive. V stands for valid and legitimate. So, മാനവ് വിഷൻ ഫോർ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മാനവ് വിഷൻ എന്ന് പറയുന്നത് ഡൽഹി സമ്മിറ്റിൽ, ഡൽഹി AI ഇമ്പാക്ട് സമ്മിറ്റിൽ PM മോദി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു വിഷനാണ്. സോ ഇതിന്റെ ഫുൾ ഫോമും കൂടിയും നോക്കി വെക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സെക്കൻഡ് വീക്ക് ഓഫ് ഫെബ്രുവരി, അതായത് സെക്കൻഡ് വീക്ക് ഓഫ് ഫെബ്രുവരി ആക്ച്വലി നടന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ബൈ വീക്കിലി നമുക്ക് കാണാം. സോ താങ്ക് യു.